ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ. ഈ കാണുന്നതാണ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ. ഇതിൽ എടത്രയിൽ റോഡിൽ നിന്ന് ഒരു 800 മീറ്റർ മാത്രം, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 800 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഇനോവ കാർ വരെ പാർക്ക് ചെയ്യാൻ സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് 2 ബൈക്ക് വരെ പാർക്ക് ചെയ്യാം. നല്ല രീതിയിൽ പാർക്കിങ്ങുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്, ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. LEDs ഒക്കെ കൊടുത്ത് എലിവേഷനൊക്കെ വളരെ മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുറ്റുവട്ടം ആദ്യം ഒന്ന് കാണാം. ഒരു സൈഡിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, നടന്നു പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ ഭാഗത്താണ് സ്റ്റെയർ കേസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്, ബാലൻസ് ആണ്. അതുപോലെ തന്നെ അവിടെയാണ് ബോർവെൽ കൊടുക്കുക, പച്ച കളർ കാണില്ലേ, അവിടെയാണ് ബോർവെല്ലുള്ളത് കേട്ടോ. ഈ വീട് വന്നിട്ട് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. 4.80 സെൻറ്റ് സ്ഥലത്ത് 900 സ്ക്വയർ ഫീറ്റിലെ വീട്ടിൽ 2 ബെഡ്റൂമുള്ള വീടാണ്. 2 BHK ആണ്. അതിൽ 1 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി വീണ്ടും ഇതിലേക്ക് സ്റ്റെയർ കൊടുക്കാനുണ്ട്. നമുക്ക് നോക്കിയാൽ അത്യാവശ്യം ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ടെറസ് സ്പേസ് ഏരിയ നമുക്കിത് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ചെങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ചെങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ എടത്തറ സ്കൂളിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഈ കാണുന്നതാണ് ബോർവെൽ വാട്ടറാണ് വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് കേട്ടോ. പിന്നെ ഇതവിടെ ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ബാക്ക് സൈഡിലൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെയാണ് അലക്കുകല്ല് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തതിൽ കുറച്ച് ഭാഗം നമുക്ക് മണ്ണ് കിട്ടണം, വല്ല ചെടികളോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന രീതിയിലോ, ഇനി ഒരു വർക്ക് ഏരിയ സ്പേസ് എടുക്കണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്ത് നല്ല രീതിയിൽ സ്പേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, നടന്നു പോകാനും കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ. ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് മണ്ണോ പൊടിയോ കാര്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല, നല്ല രീതിയിൽ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് വരാനുള്ള ഡോർ സ്പേസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടില്ല, കാറ് നല്ലൊരു ഇനോവ വരെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് LED ഒക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഒരു സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. നല്ല അത്യാവശ്യം ഓപ്പൺ സിറ്റ് ഔട്ടാണ്. കയറുമ്പോൾ തന്നെ നല്ല തേക്കിൻ്റെ നല്ല ഡോറ്, കയറുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ഏരിയയിലേക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. ഇവിടെ TV സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് UPVCയുടെ ജനലുകളാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. അത് ഫിറ്റ് ചെയ്തിട്ടില്ല, അതും കൂടിയുള്ള വർക്ക് ഇതിൽ ബാലൻസ് ഉള്ളതാണ്. ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ടോട്ടൽ 33 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സ്പേസിൽ ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കാണാം. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല, ഇതിന് പക്ഷേ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് കോമൺ വാഷ്റൂം ഇത് ഇവിടെ തന്നെ വരുന്നത്. ഇതാണ് കോമൺ വാഷ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ ഒരു ബെഡ്റൂം കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് കയറും. ഇത് അത്യാവശ്യം ഫസ്റ്റ് കണ്ട ബെഡ്റൂമിനെക്കാട്ടി അത്യാവശ്യം സ്പേസ് കൂടുതലായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം കുറച്ച് സ്ലോയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത്, എല്ലാം ക്ലിയർ ആയിട്ട് കാണട്ടെ. പലരുടെയും എൻക്വയറി അനുസരിച്ചിട്ടാണ് കേട്ടോ, വളരെ കുറച്ച് സ്ലോയിൽ തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ്, നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നത് അവിടെ ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്കാണ്. ലിവിങ് ഏരിയക്ക് നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയാണ്. ഇവിടെ ഡൈനിങ് സ്പേസ് ആയാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിൽ കബോർഡിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് കുറവുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ കണ്ട സ്ഥലത്തിന് ഇവിടെ നിന്ന് നമ്മൾ ചുറ്റുവട്ടം നടന്നപ്പോൾ ഈ ഡോറ് ഇവിടെ ലോക്ക്ഡാണ്, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചുറ്റും വരുമ്പോൾ നമ്മൾ കണ്ട ഡോർ ഓപ്പൺ ചെയ്താലുള്ള സ്പേസ് നമ്മൾ കണ്ടാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് സുഖമായിട്ടൊരു വർക്ക് ഏരിയ സ്പേസും കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 4.80 സെൻറ്റ് സ്ഥലം, 900 സ്ക്വയർ ഫീറ്റ്, 2 BHK, 1 അറ്റാച്ച്ഡ്, 1 കോമൺ. ചെങ്കല്ലും കൊണ്ട് കെട്ടിയ വീടാണ്. ഈ വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 33 ലക്ഷം രൂപയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. സോ അത് നെഗോഷ്യബിളാണ്. സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഇത് ഒലോക്കോട് സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 12 കിലോമീറ്റർ ദൂരമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നോക്കുമ്പോൾ വെറും 5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ലുലു മാളിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഡിസ്റ്റൻസിൽ നമുക്ക് പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നിങ്ങളടുത്തേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.